ഹലോ നമസ്കാരം. കുറച്ച് നാൾ മുന്നേ എൻ്റെ കൂട്ടുകാരൻ ശ്രീഹരിക്ക് അവൻ്റെ ആദ്യ ജോലി കിട്ടി. അപ്പോൾ അവനൊരു ഐഫോൺ വേണം. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ 78,999 രൂപയ്ക്ക് ഇവന് ഉദ്ദേശിച്ച ഐഫോൺ ഉണ്ട്. ഇതൊരു വലിയൊരു എമൗണ്ട് ആണോ? അവനല്ലായിരുന്നു. കാരണം ഇവൻ പറഞ്ഞത് പേ ലെറ്ററിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഐഫോൺ കയ്യിൽ കിട്ടും, പിന്നീട് മാസം ഒരു 3000 വെച്ച് ഇങ്ങനെ അടച്ചു പോകണം. സംഭവം വലിയ പ്രശ്നം തോന്നിയില്ല, സുഖമാണ് എന്ന് പറഞ്ഞ് അവൻ ഐഫോൺ ഓർഡർ ചെയ്തു. ഇങ്ങനെയാണ് പേ ലെറ്റർ EMIയുടെ ട്രാപ്പിൽ ഇവൻ ആദ്യം എത്തപ്പെടുന്നത്. ഇതേ കഥ തന്നെയാണ് എൻ്റെ ലൈഫിലുണ്ടായിരുന്നത്. തുടക്കത്തിൽ നല്ല എളുപ്പമല്ലേ സുഖമല്ലേ എന്ന് തോന്നിയൊരു സംഭവം പിന്നീട് എനിക്കൊരു ബുദ്ധിമുട്ടായി മാറി. ഞാനപ്പോൾ ഇതിനെപ്പറ്റി കുറേ ആലോചിച്ചു, കുറേ പഠിച്ചു, കുറേ സംസാരിച്ച് അങ്ങനെ എനിക്ക് മെയിൻലി ഒരു 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ പേ ലെറ്റർ EMIകൾ ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വലിയൊരു ഡിസ്ക്ലെയിമറാണ്. ഓൾറെഡി പേ ലെറ്റർ EMIകൾ യൂസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം നമ്മുടെ ഈ അൽഗോരിതമൊക്കെ ഒന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും എന്തൊക്കെ കമൻറ്റ് ചെയ്തിടാനും മറക്കരുത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, എങ്ങനെ നമ്മൾ ഈ പേ ലെറ്റർ EMIയുടെ ട്രാപ്പിൽ പെടും. പേ ലെറ്റർ EMIs ക്രിയേറ്റ്സ് എൻ ഇല്യൂഷൻ ഓഫ് അഫോർഡബിലിറ്റി. അതായത് എക്സ്പെൻസീവ് സാധനങ്ങൾ വരെ ചീപ്പായിട്ട് തോന്നിപ്പിക്കും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 80,000 ഫോണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാതെ 3000 രൂപയുടെ EMI ഇങ്ങനെയായിരിക്കും നമ്മൾ ചിന്തിക്കുക. അപ്പോൾ മാസം ഒരു സാലറി ഉള്ള എനിക്ക് 3000 വെച്ച് അടച്ചു കഴിഞ്ഞാൽ അതൊരു വലിയൊരു എമൗണ്ട് അല്ലല്ലോ. ഇങ്ങനെ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് പേ ലെറ്റർ EMIs. പക്ഷെ ഇങ്ങനെ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനൊപ്പം EMIകൾ ക്രിയേറ്റ് ചെയ്യുന്ന മറ്റൊരു സാധനമുണ്ട്. അതാണ് ഇത് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുക, അതും എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. അതായത് വീണ്ടും ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. തുടക്കത്തിൽ ഫോൺ വാങ്ങി നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ജോലിക്കാരനൊക്കെ ആയല്ലോ ഒരു ബൈക്ക് വാങ്ങിയേക്കാം എന്ന് തോന്നും. ഒറ്റയ്ക്ക് വീണ്ടും ഒരു 2 ലക്ഷം രൂപ നമ്മുടെ കൊടുക്കാനുണ്ടാവില്ല. നമ്മൾ വീണ്ടും EMI ഇടും. അങ്ങനെ 3000 ഫോണിൻ്റെ EMI, 5000 ബൈക്കിൻ്റെ EMI, അങ്ങനെ നമ്മുടെ സാലറിയിൽ ഒരു 8000 രൂപ അപ്പോൾ തന്നെ EMIക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്തു. സെക്കൻഡ് പോയിന്റ്, എപ്പോഴാണ് നമുക്ക് ഈ പേ ലെറ്റർ EMI ഒരു ബുദ്ധിമുട്ടായി തോന്നാം? പൈസ എന്ന് പറയുന്ന സാധനത്തിന് ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ട്. ചിലപ്പോൾ പോസിറ്റീവ് ആവാം, ചിലപ്പോൾ നെഗറ്റീവ് ആവാം. നെഗറ്റീവ് സർപ്രൈസ് എന്ന് പറയുമ്പോൾ എമർജൻസി സിറ്റുവേഷൻസ്, ഹോസ്പിറ്റൽ കേസുകൾ, നമുക്ക് പെട്ടെന്ന് ഫണ്ട് അറേഞ്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ. നമ്മുടെ സാലറിയിൽ നല്ലൊരു ഭാഗം നമ്മൾ EMIക്ക് വേണ്ടി കൊടുത്തു. അപ്പോൾ നമുക്ക് ഫണ്ട് ഷോർട്ടേജ് വരുന്നത് കൊണ്ട് നമ്മൾ അടുത്ത കട എടുത്തിട്ടായാലും നമ്മൾ അപ്പത്തെ ആ ഒരു എമർജൻസി സിറ്റുവേഷൻ നമ്മൾ ക്ലോസ് ചെയ്യും. അടുത്ത വട്ട സാലറി വന്നു കഴിഞ്ഞുമ്പോൾ നമുക്ക് കട എടുത്ത പൈസ, EMIയുടെ പൈസ, ഇതെല്ലാം കൂടെ നമുക്കൊരു 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വലിയൊരു ലോൺ എടുത്തിട്ട് ഈ ചെറിയ EMIകളും ഈ ഒരു എമർജൻസി ആയിട്ട് എടുത്ത ഈ ഒരു സാധനങ്ങളെല്ലാം നമ്മൾ അങ്ങനെ അടച്ചു തീർക്കാമെന്ന് വിചാരിക്കും. ഇതാണ് EMI ലൂപ്പ്. ഈ ലൂപ്പിൽ പെട്ട് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. തേർഡ് പോയിന്റ്, അത്യാവശ്യം EMIകളൊക്കെ വന്ന് മൂഞ്ചിരിക്കണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയാലും നിങ്ങൾ പറയണം, ഒരു അഡ്വൈസ് ആയിട്ട് എടുത്തോ. ക്യാഷ് കൊടുത്ത് ഫുൾ എമൗണ്ട് കൊടുത്ത് വാങ്ങാൻ പറ്റാത്തൊരു സാധനമാണെങ്കിൽ, അത്ര എമർജൻസി ആണെങ്കിൽ മാത്രം EMI ഇടാം. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയുടെ ഫോണിനേക്കാൾ ഉപകാരമാണ് 1 ലക്ഷം രൂപയുടെ ബൈക്ക് അല്ലെങ്കിൽ 2 ലക്ഷം രൂപയുടെ ബൈക്ക്. അവിടെ ഫോണ് നമുക്ക് മാറ്റി വെച്ചിട്ട് ഈ ഒരു ബൈക്ക് എടുക്കാം. അപ്പോൾ ഇത്തരത്തിൽ ചൂസ് ചെയ്യുന്ന EMIകളെ വൈസായിട്ട് ചൂസ് ചെയ്യുക. അതായത് നല്ല രീതിയിൽ ഉപകാരം ഉണ്ടെങ്കിൽ നമ്മൾ EMI ഇട്ട് വാങ്ങുക. കാരണം ഒരു മിഡിൽ ക്ലാസ് പേഴ്സണ് EMI വളരെ ഉപകാരമുള്ള സാധനമാണ്. പക്ഷേ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഈ ഒരു EMI ഉപകാരമായിട്ട് മാറുക. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല തലവേദനയായിരിക്കും. സോ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.